അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട പൊതുപരീക്ഷ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. എത്ര രൂപയാണ് സേ പരീക്ഷയ്ക്ക്, എത്ര വിഷയം സേ പരീക്ഷ എഴുതാം, റീവാലുവേഷൻ എത്ര രൂപയാണ്, അതുപോലെ തന്നെ റീവാലുവേഷൻ എത്ര വിഷയത്തിന് കൊടുക്കാം എന്നൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് റീവാലുവേഷനോ അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ മദ്രസയിലെ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കുട്ടികൾ ചോദിച്ച ചോദ്യമാണ് പുനർമൂല്യനിർണയത്തിന് ഒരു പേപ്പറിന് എത്രയാണ് പൈസ എന്നുള്ളത്. അഥവാ പുനർമൂല്യനിർണയത്തിന് ഒരു പേപ്പറിന് 100 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കമന്റാണ് എത്ര സബ്ജക്ട് റീവാലുവേഷൻ ചെയ്യാം എന്നുള്ളത്. നമുക്ക് എത്ര വിഷയം ഉണ്ടാവാം റീവാലുവേഷൻ ചെയ്യാം. നമുക്ക് ഏതൊക്കെ വിഷയത്തിൽ മാർക്ക് കൂടും പ്രതീക്ഷ ഉണ്ടോ ആ വിഷയമൊക്കെ നമുക്ക് റീവാലുവേഷൻ ചെയ്യാം. അടുത്ത കമന്റ് ആണ് എത്ര വിഷയം സേ എഴുതാം, അഥവാ നമുക്ക് ആകെ ഒരു വിഷയം സേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പേപ്പറിൽ തോറ്റ വിദ്യാർത്ഥിനികൾക്ക് മാത്രമേ സേ പരീക്ഷ എഴുതാൻ സാധിക്കൂ. സേ പരീക്ഷാ ഫീസ് എത്രയാണ്? ഒരു വിഷയത്തിന് 250 രൂപയാണ് സേ പരീക്ഷാ ഫീസ് വരുന്നത്. അപ്പോ റീവാലുവേഷനിലൊക്കെ പ്രതീക്ഷയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാവുക, അവർക്ക് മാർക്ക് കൂടുന്ന ഉറപ്പുണ്ടെങ്കിൽ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് റീവാലുവേഷന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. നമുക്ക് ഉള്ള അർഹിക്കപ്പെട്ട മാർക്കാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും.